89.6 FM Sargakshetra Radio Garage. സർഗക്ഷേത്ര 89.6 FM റേഡിയോ ഗാരേജിന്റെ സമയം തുടങ്ങുവാണ്. ഇനി 2 മണിക്കൂർ അങ്ങോട്ടേക്ക് നമ്മൾ വാഹനങ്ങളെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ കെവിൻ ഉണ്ട്. കെവിൻ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ആണ്. നമ്മളുടെ റേഡിയോ ഗാരേജിന്റെ പരിപാടികൾ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ചുമതല വഹിക്കുന്ന ആൾ എന്ന് ഞങ്ങൾ പറയും. അതെ, തീർച്ചയായിട്ടും ആണല്ലോ. അതെ, ഓക്കെ. അപ്പൊ നമ്മളെ കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ച മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഇത്തവണ ഇവർ എന്തായിരിക്കും പറഞ്ഞു തുടങ്ങാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി ആലോചിക്കുന്നുണ്ടാവും. അതെ. അപ്പൊ എന്തായാലും കെവിൻ, നമ്മൾ സിനിമയുടെ കാര്യം പറയാതെ വാഹനത്തിലേക്ക് എത്തുന്ന പരിപാടിയില്ല നമുക്ക്. ഇല്ല, അത് ഉറപ്പാണ്. അതെ. നമുക്ക് നേരെ സിനിമയിലേക്ക് പോകുമ്പോഴേ, രാവണപ്രഭു റിലീസ് കണ്ടിരുന്നു. രാവണപ്രഭു ജീവിതത്തിൽ എത്ര തവണ കണ്ടിട്ടുണ്ടെന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നവർ ആരാണെങ്കിലും ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും. പക്ഷേ വീണ്ടും അതായത് ബിഗ് സ്ക്രീനിൽ ലാലേട്ടൻ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും പോയി കാണും. ഇപ്പോ എറണാകുളത്ത് കവിതാ തിയേറ്റർ ഉണ്ട്. ഇപ്പൊ ഞാൻ കൊച്ചിക്കാരനായതുകൊണ്ട് കുറച്ച് എറണാകുളം ഉദാഹരണങ്ങൾ പറയാം. കവിതാ തിയേറ്ററിൽ പണ്ട് കാലം മുതലേ, പണ്ടെന്ന് പറഞ്ഞാൽ എന്റെയൊക്കെ സ്കൂൾ കാലഘട്ടം മുതലേ ലാലേട്ടൻ അല്ലെങ്കിൽ മമ്മൂക്ക പടങ്ങളൊക്കെ റിലീസിന്, മൾട്ടിപ്ലക്സിന്റെ ഒക്കെ കാലത്തിന് മുൻപാണ് റിലീസിന് നമ്മൾ കവിതയിൽ പോയി ഒരു പടം കണ്ടു കഴിഞ്ഞാൽ അതൊരു സന്തോഷമാണ്, അതൊരു സമാധാനം, അല്ലെങ്കിൽ ഒരു സംതൃപ്തിയാണ്. സിനിമ ഇങ്ങനെ ഉറപ്പായിട്ടും, അതായത് സിനിമയിലെ കഥ നമ്മൾ അറിയുന്നു എന്നതിനപ്പുറം ഒരുപാട് 1000, 800, 900 സീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അത്രയധികം ഈ ഒരു കഥാപാത്രത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊപ്പം ഇരുന്നു കൊണ്ട് സിനിമയിലെ ഒരു ഡയലോഗ് പോലും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അത്രത്തോളം ആരവങ്ങളൊക്കെ ആയിരിക്കും. കടലാസ് കീറിയറിയലും ഡാൻസും പാട്ടും ഇന്ന് കണ്ടൊരു ഉത്സവം കണ്ട ഫീലാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലേക്ക് വീണ്ടും നമ്മളെ തിരിച്ചെത്തിക്കാൻ വേണ്ടി ആ ഒരു രാവണപ്രഭു റിലീസ് ചെയ്തപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്നുള്ളത് ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോയതാണ് കേട്ടോ. പക്ഷേ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ടിക്കറ്റ്സ് എല്ലാം, അതിന്റെ സ്ലോട്ടുകളെല്ലാം തുറന്ന് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ഫില്ലായി പോയി. ടിക്കറ്റ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, അന്നത്തെ ദിവസം കാണാൻ പോകാൻ പറ്റിയില്ല. 2ാം ദിവസം കാണാൻ പോയതിന്റെ കുറ്റബോധം കൂടി എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. നമ്മളിങ്ങനെയാണല്ലോ കുറച്ച് ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുമ്പോൾ, റിലീസ് ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഇത് ഫസ്റ്റ് ഡേ കാണണം, ഫസ്റ്റ് ഷോ കാണണം എന്ന് വിചാരിച്ചിരുന്ന ഒരാൾ ഞാൻ ആണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പേര് പലയിടത്തും ഉണ്ടാവും. എന്നെ പോലെ അങ്ങനെ ദുഃഖം അനുഭവിക്കുന്ന ഒത്തിരി പേർ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മളിവിടെ പറയാൻ കാര്യം എന്താണെന്നറിയോ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വണ്ടി 100 യൂണിറ്റ് ഇന്ത്യയിലേക്ക് കൊടുക്കാൻ പോകുന്നു, ലോഞ്ച് ചെയ്യാൻ പോകുന്നു, ബുക്കിംഗ് തുടങ്ങി എന്ന് പറഞ്ഞിരുന്നു. ഏതായിരുന്നു വണ്ടി? സ്കോഡ ഒക്ടാവിയ. ഓക്കെ. അപ്പൊ നമ്മളിങ്ങനെ നേരത്തെ ഇതിനു മുൻപ് വോക്സ് വാഗന്റെ ഗോൾഫ് GTയുടെ ലോഞ്ചിനും ഇതുപോലെ 100 യൂണിറ്റുകൾ കൊടുത്തു. 100 യൂണിറ്റ് ബുക്കിംഗ് സ്ലോട്ട് തുടങ്ങിയപ്പോൾ തന്നെ പടപടയെന്ന് പറഞ്ഞ് ബുക്കിംഗ് തീർന്നു. ആലോചിച്ച പലർക്കും വണ്ടി കിട്ടിയില്ല. നാളത്തേക്ക് ബുക്ക് ചെയ്യാന്ന് വെച്ചിരുന്ന പലരും ചമ്മിപ്പോയി. അങ്ങനെ സീനുണ്ടായി. സ്കോഡ ഒക്ടാവിയയുടെ കാര്യത്തിലും ഏറെക്കുറെ അതേ ചമ്മൽ പലയിടത്തും അനുഭവപ്പെടുന്നുണ്ട്. അതെ, വണ്ടി മൊത്തം വിറ്റ് തീർന്നു. ഓ, ഞാൻ ഓർക്കുന്നേ, എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞതിന്റെ പേരിലും പലരും ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. സ്കോഡ ഒക്ടാവിയയുടെ ഒരു സ്പെഷ്യൽ എഡിഷൻ 100 യൂണിറ്റ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. ബുക്കിംഗ് തുടങ്ങി എന്ന് നമ്മൾ പറഞ്ഞു. പലരും പല വഴിയിലൂടെ അറിഞ്ഞു. ഒരാഴ്ചക്കകം പരിപാടി കഴിഞ്ഞു. ഇനി വണ്ടി കിട്ടില്ല. അതെ, ഇനി വണ്ടി കിട്ടില്ല. ഇനി ഈ വണ്ടി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എടുത്തിട്ടുള്ള ഒരാൾ കൊടുക്കണം, അല്ലെങ്കിൽ അടുത്ത 100 യൂണിറ്റോ 50 യൂണിറ്റോ വരണം. അവര് സ്കോഡ തീരുമാനിക്കണം. അതൊരു വല്ലാത്ത കാര്യമായിട്ട്. ഇനിയിപ്പോ നമ്മളുടെ ചിന്തകളും ആലോചനകളും എല്ലാം ഈ ഒരു ഒക്ടാവിയയുടെ ലിമിറ്റഡ് എഡിഷൻ കോട്ടയത്തേക്ക് വരുന്നുണ്ടോ, കേരളത്തിലേക്ക് എത്ര യൂണിറ്റുകൾ പുറപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതെ, അത് കോട്ടയത്തേക്ക് എന്തായാലും എന്റെ ഒരു കണക്കൂട്ടൽ വെച്ചിട്ട് 1-2 യൂണിറ്റ് തീർച്ചയായിട്ടും വണ്ടി കോട്ടയത്ത് ഉണ്ടാവും. അത് നമ്മള് കോട്ടയംകാരുടെ ഒരു വിശ്വാസമാണ്. അതെ, എനിക്ക് തോന്നുന്നത് വേറെ കാര്യം കൂടെ ഉണ്ട്. ഗോൾഫ് മേടിക്കാൻ പറ്റാത്ത വിഷമമുള്ള ആൾക്കാർ ചിലപ്പോൾ, അതെ, നേരത്തെ ചമ്മിയവർ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ ഇനിയിപ്പോ നരസിംഹം റിലീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ ബുക്ക് ചെയ്യും. അധികം നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കില്ല. ഓക്കെ. അപ്പോ ആ ഒരു ഒക്ടാവിയ യൂണിറ്റ് മൊത്തത്തിൽ 100 ഇന്ത്യയിൽ ചെലവായതിന്റെ സന്തോഷം നമുക്കുണ്ട്. നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് സന്തോഷിക്കാൻ വാഹനമാണല്ലോ. പുതിയൊരു വണ്ടി വരുമ്പോൾ നമ്മൾ സന്തോഷിക്കും. എന്നെക്കാൾ കൂടുതൽ കെവിന് സന്തോഷമുണ്ട് കേട്ടോ. കാരണം കെവിൻ ഇങ്ങനെ ഒരു 100 യൂണിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ മുതൽ ഈ വണ്ടി ഇനി എന്ന് കെവിന്റെ കയ്യിൽ കിട്ടും എന്നതിനെ പറ്റി ഇങ്ങനെ പറയുമായിരുന്നു. കെവിന്റെ കയ്യിൽ ഈ വണ്ടി കിട്ടുമോ? തീർച്ചയായിട്ടും. ഈ വണ്ടി ഓടിച്ചതിന്റെ എക്സ്പീരിയൻസ് കെവിൻ എപ്പോഴാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ കറക്റ്റ് ഡേറ്റ് എഴുതി വെക്കട്ടെ. എന്നോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ FM കലണ്ടറിൽ പോയി റൗണ്ട് ചെയ്ത് വെക്കും. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതാണ് കോൺഫിഡൻസ്. ഓക്കെ. അപ്പൊ ഈ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ 2 ചേർന്ന് റേഡിയോ ഗാരേജിന്റെ ഷട്ടർ മെല്ലെ ഓപ്പൺ ചെയ്യുവാണ്. ഗാരേജിന്റെ അകത്ത് വണ്ടികളുണ്ട്. ഉറപ്പായിട്ടും വണ്ടികൾ പ്രസന്റ് ചെയ്യാനിരിക്കുന്നുണ്ട്. അത് ഏത് വണ്ടിയാണ് എന്നറിയാൻ വേണ്ടി കുറച്ച് പാട്ട് ദൂരം വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇത് സർഗക്ഷേത്ര 89.6 FM റേഡിയോ ഗാരേജ് ആണ്. കൂടെ വിനുവും കെവിനും ഉണ്ട്. 89.6 FM Sargakshetra Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ ഷട്ടർ മെല്ലെ ഉയർത്തുന്നു എന്ന് പറഞ്ഞിരുന്നു. 2 പേർ ചേർന്നാണ് ഉയർത്തുന്നത്. ഒരാളുടെ പേര് വിനു എന്നാണ്, ഒരാളുടെ പേര് കെവിൻ എന്നാണ്. അല്ലേ? കെവിൻ നമ്മളുടെ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ആയിട്ട് നമ്മുടെ ടീമിന്റെ കൂടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ഷട്ടർ വെക്കുക, അതിന്റെ അകത്ത് ഏതാണ് വണ്ടി കിടക്കുന്നത് എന്ന ചോദ്യം പലയിടങ്ങളിൽ ഉയരുന്നുണ്ട്. എന്താണ് അതിന് ഒരു
ഉത്തരം പറയുന്നതിന് മുൻപേ കുറേയധികം മേഖലകളിൽ കുറേയധികം ആളുകൾക്കിടയിൽ കുറച്ചധികം നാളുകളായിട്ടുള്ള ഒരു പൊതു സംശയം, എനിക്കുള്ള സംശയം കേട്ടോ, അത് ചോദിക്കാം. ഇത്തരം സംശയങ്ങളൊക്കെ ചോദിക്കാനാണല്ലോ കെവിനിവിടെ വന്നിരിക്കുന്നത്, സംശയം ചോദിക്കാനാണല്ലോ ഞാനിവിടെ നിൽക്കുന്നത്. ഈ GSTയിൽ കുറേയധികം വ്യത്യാസങ്ങൾ, വേരിയേഷൻസ് സംഭവിക്കുമ്പോൾ വാഹന വിപണിയെ അത് കൂടുതൽ ഗുണകരമായി ബാധിക്കുന്നു, വണ്ടികൾക്ക് പലതിനും വില കുറയുന്നു, കുറയാൻ പോകുന്നു എന്ന വാർത്ത കുറച്ചധികം നാളുകളായി നമുക്ക് എല്ലാവർക്കിടയിൽ വരാൻ തുടങ്ങിയിട്ട്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? എന്താണ് ആക്ച്വലി GST ഒരു റിവിഷൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത് വാഹനങ്ങൾക്കാണ്. ഓക്കെ, പ്രൊഡക്റ്റിനേക്കാളും കൂടുതൽ ബെനിഫിറ്റുകൾ കിട്ടിയത് വാഹനങ്ങൾ. ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ആക്ച്വലി മാരുതിയൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ദിവസം തന്നെ 30% ഓൾ ഓവർ ഇന്ത്യ നോക്കുന്ന സമയത്ത് 30% ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. 30% ചില്ലറ ഗ്രോത്ത് അല്ല, അത് വാല്യൂ നോക്കണം നമ്മൾ. അതൊരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറിന് 30% ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാസീവ് ഗ്രോത്ത് ആണ്. നമ്മളൊരു റീറ്റെയിൽ ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് നടത്തുന്ന ഒരാൾക്ക് ചിലപ്പോൾ 30% എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ ഒരു മാനുഫാക്ചർക്ക് ഓൾ ഇന്ത്യയിൽ 30% ഹൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു പരിപാടി. ചിലപ്പോൾ അത് അവർക്ക് താങ്ങാൻ പറ്റില്ല. വേറെ യൂണിറ്റ് ഒക്കെ തുടങ്ങി വേറെ ആളുടെ ജോലിക്ക് എടുക്കേണ്ടി വരും. എവിടെ വണ്ടി തീർന്നു എല്ലാവരും പറയേണ്ടി വരും. ഈ ഒക്ടാവയുടെ കാര്യം പറഞ്ഞ പോലെ വണ്ടി തീർന്നു സാർ, ഞങ്ങൾ ഇതൊന്നും ഉണ്ടാക്കിയെടുക്കട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യും. നമ്മൾ ഈ തട്ടുകടയിൽ ദോശക്കൊക്കെ ചെല്ലുന്ന പോലെ നിലവിൽ സാധനം തീർന്നിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ എന്ന് പറയേണ്ടി വരും. അതെ, GST പ്രൈസ് കട്ട് വന്നത് ഏറ്റവും ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത് വാഹനങ്ങൾക്കാണ്. 28% GST ഉണ്ടായിരുന്ന വാഹനങ്ങൾക്ക് ഇപ്പോൾ 18% കൊടുത്താൽ മതി. ഏകദേശം 10% നമുക്ക് പ്രൈസ് റിഡക്ഷൻ ആണ് വന്നിരിക്കുന്നത് വാഹനങ്ങൾക്ക്. 10% കുറയ്ക്കുന്നു എന്ന് പറയുമ്പോഴേ 8 ലക്ഷം രൂപയുടെ ഒരു വാഹനമാണെങ്കിൽ 80,000 രൂപ സ്ട്രേറ്റ് അവേ കുറയാണ്. ഓക്കെ, നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡിസ്കൗണ്ട് ചെയ്തുകൂടെ എന്ന് ഷോറൂമിൽ ചെല്ലുമ്പോൾ പറയുമ്പോൾ അവരുടെ ഒരു സന്തോഷത്തിന് 5,000 രൂപ കുറച്ച് വരും. അതിന്റെ പുറത്തേക്കൊന്നും കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് 80,000 രൂപ സ്ട്രേറ്റ് അവേ കുറയാണ്. അതിന്റെ കൂടെ ഫെസ്റ്റിവൽ ഓഫർ, എക്സ്ചേഞ്ച് ബോണസ്, ഇങ്ങനെയുള്ള നിരവധി ഓഫേഴ്സ് കിട്ടും. ഇപ്പൊ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടും. എക്സ്ചേഞ്ച് ബോണസ് ആണെങ്കിൽ അതിന് 10-15,000 രൂപ നമുക്കൊരു എക്സ്ചേഞ്ച് ബോണസ് കിട്ടും. പിന്നെ എക്സ്ചേഞ്ച് കൊടുക്കുന്ന വണ്ടിയുടെ വില നോക്കുമ്പോൾ അതിൽ പിന്നെ ബെനിഫിറ്റ് കിട്ടും. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 1.5-2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഡിസ്കൗണ്ട് തന്നെ, ഫെസ്റ്റിവൽ ഡിസ്കൗണ്ടോ അങ്ങനെയുള്ള മറ്റ് ഡിസ്കൗണ്ട് മാത്രമായിട്ട് തന്നെ നമുക്ക് ഒരു 1.5 ലക്ഷം രൂപ ഏത് വണ്ടിക്കും ഈ GST ആപ്ലിക്കേഷൻ ആപ്ലിക്കബിൾ ആകുന്ന വാഹനങ്ങൾക്ക് ഏതാണ്ട് ഈ ഒരു എമൗണ്ട് കുറച്ച് കിട്ടും. അതെ, അത് അത്യാവശ്യം നല്ല രീതിയിൽ സന്തോഷിക്കാനുള്ള വകയാണ്. അതെ, എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വാഹനങ്ങൾ ഈ ഒരു സമയത്ത് വിറ്റിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകണം. നമ്മൾ ഷട്ടർ മെല്ലെ പൊക്കിക്കൊണ്ടിരിക്കുകയാണേ. ഷട്ടറിന്റെ അകത്ത് വണ്ടി കിടക്കുന്നുണ്ട്. വണ്ടി ഏതാണ് എന്നുള്ളതിനെ പറ്റി അറിയാനുള്ള ചോദ്യം ഒന്ന് കൂട്ടിക്കോ. ഈ GSTയിലുണ്ടായ ഈ ഒരു വേരിയേഷൻ ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്നത് ഉറപ്പായിട്ടും വില കുറഞ്ഞ, അതായത് പണ്ട് മുതലേ വില അല്പം കുറഞ്ഞ വാഹനങ്ങൾക്കായിരിക്കും, എൻട്രി ലെവൽ വാഹനങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ ഷട്ടറിന്റെ അകത്ത് കിടക്കുന്ന വാഹനവും ഈ GSTയിലുള്ള വേരിയേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധപ്പെടുത്താം. ഓക്കെ, ബന്ധപ്പെടുത്തണം. അപ്പോൾ നമ്മൾ എന്തായാലും വാഹനങ്ങളുടെ വില കഴിഞ്ഞ 2 ആഴ്ചത്തെ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല വിലയുള്ള വണ്ടികളെ പറ്റി, നല്ല പെർഫോമൻസ് ഉള്ള വണ്ടികളെ പറ്റിയാണ് സംസാരിച്ചിരുന്നതെങ്കിൽ ഇനി നമുക്ക് എല്ലാ മനുഷ്യർക്കും വാങ്ങിക്കാൻ പറ്റിയ വാഹനങ്ങളെ പറ്റി പറയണമല്ലോ. അതുകൊണ്ട് വില അല്പം കുറഞ്ഞ ഈ GSTയിലുണ്ടായ വ്യത്യാസങ്ങൾ മൂലം വില പിന്നെയും കുറയുന്ന, നമുക്കൊക്കെ വില കേട്ട് കഴിഞ്ഞാൽ അയ്യോ ഇത്രയും വിലയ്ക്ക് ഒരു കാർ കിട്ടുമോ എന്ന് പോലും തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു വണ്ടിയുണ്ട് ഷട്ടറിന്റെ അകത്ത്. അതെ, അങ്ങനെയാണെങ്കിൽ 2 ഐഫോണിന്റെ വിലയ്ക്ക് ഒരു കാർ മേടിക്കാം. 2 ഐഫോൺ വിലയ്ക്ക് കിട്ടുന്ന കാർ, അതൊരു വല്ലാത്ത പ്രയോഗമായി പോയിട്ടോ. 17 Pro Max 2 കൊടുത്താൽ ഒരു കാർ മേടിക്കാം. അത് ഇന്ത്യയിൽ വാങ്ങിക്കാൻ പറ്റും, നമ്മുടെ നാട്ടിലെ നമ്മളുടെ സ്വന്തം ബ്രാൻഡിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, ഏറെക്കുറെ വണ്ടി ഏതാണെന്ന് എല്ലാവർക്കും പിടികിട്ടി കാണും. ഇനിയും പിടികിട്ടാത്തവർക്ക് വേണ്ടി വണ്ടിയുടെ മുകളിൽ ഇട്ടിട്ടുള്ള തുണി ഞങ്ങൾ മാറ്റുന്നു, വണ്ടി നേരെ ഗാരേജിന്റെ പുറത്തേക്ക് ഇറക്കുന്നു. റേഡിയോയിൽ നല്ല കലക്കൻ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM റേഡിയോ ഗാരേജ് ആണ്. കൂടെ വിനുവും കെവിനും ഉണ്ട്. 89.6 FM സർഗക്ഷേത്ര Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ ഇന്ന് എല്ലാവർക്കും വില കേട്ട് കഴിഞ്ഞാൽ ഞെട്ടലുണ്ടാകാൻ പാകത്തിനുള്ള ഒരു വാഹനത്തെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങാൻ പോകുന്നത്. വണ്ടി നമ്മൾ ഗാരേജിന്റെ മുന്നിലേക്ക് ഇറക്കിയിട്ടിട്ടുണ്ട് സന്തോഷത്തോടെ. അപ്പോൾ വാഹനത്തിന്റെ പേര് ഇതുവരെ പറഞ്ഞില്ല. പേരുകൾ മനസ്സിൽ ആലോചിച്ച് മെസ്സേജുകൾ അയക്കാനുള്ള സമയമാണ് നമ്മൾ ഈ ഒരു പാട്ടിന്റെ ടൈമിൽ സാധാരണ കൊടുക്കാറ്. ഇപ്പോഴും കുറേ മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ മെസ്സേജുകളിൽ കറക്റ്റായിട്ട് ആളെ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആളെ കണ്ടെത്താൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഏറ്റവും വില കൂടിയ വണ്ടി മാർക്കറ്റിൽ അവൈലബിൾ ആയതിൽ ഏറ്റവും വില കൂടിയ വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് ആലോചിക്കേണ്ടി വരും. കാരണം ഏത് വിലയുടെ വണ്ടി പറഞ്ഞാലും അതിനേക്കാൾ വിലയുള്ള വണ്ടി ചിലപ്പോൾ ഉണ്ടാവും. അതായത് 10 കോടി രൂപയുടെ വണ്ടി പറഞ്ഞാലും 11 കോടിയുടെ വണ്ടി ചിലപ്പോൾ പലയിടത്തും കിട്ടും. അപ്പോൾ നമ്മൾ അതിന്റെ മുകളിൽ അങ്ങനെ ലോകമെമ്പാടുമുള്ള എല്ലാ കമ്പനികളൊക്കെ കൊണ്ടുവരും. പക്ഷേ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ഉണ്ടാവുള്ളൂ. ആ ഉത്തരവാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്നത്. ഏതാണ് വണ്ടി? മാരുതി സുസുക്കി എസ്പ്രസോ. ഓക്കെ, എസ്പ്രസോ കഥകളാണ്. നേരത്തെ കെവിൻ പറഞ്ഞതുപോലെ തന്നെ 2 മൊബൈൽ ഫോൺ വാങ്ങിക്കുന്ന പൈസയിൽ വാങ്ങിക്കാൻ പറ്റുന്ന കാർ എന്ന നിലയ്ക്ക് അറിയപ്പെടുന്ന, ഇന്ത്യയിലെ ഏറ്റവും വില കുറച്ച് വാങ്ങിക്കാൻ പറ്റുന്ന കാർ എന്ന നിലയ്ക്കും ഇപ്പോൾ അറിയപ്പെട്ടു തുടങ്ങുന്ന ഒരു വണ്ടി എസ്പ്രസോ. 2 മൊബൈലിന്റെ അല്ലെങ്കിൽ 2 ഐഫോണിന്റെ വില എന്ന് പറയുമ്പോൾ എല്ലാവരും ആലോചിക്കും എന്ത് വില വരും. 3.5 ലക്ഷം രൂപ 3.5 ലാക്സിനാണ്. GST റിവിഷൻ
വന്നതിന് ശേഷം എസ്പ്രസോയുടെ എക്സ്ഷോറൂം വില ബേസ് വരുന്നത് 3.5 ലക്ഷം രൂപയ്ക്ക് ഒരു കാറ് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോ നേരത്തെ നമ്മളങ്ങനെ ആലോചിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ ആലോചിക്കാൻ യാതൊരു വകുപ്പും ഇല്ലാത്ത സാഹചര്യത്തിൽ മാരുതി നമ്മളെ കൊണ്ട് ഒരു വണ്ടി എടുത്തുകൂടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവോ. ഫോൺ മേടിച്ച് കാശ് കളയാതൊരു അതെ, അല്ലെങ്കിൽ ഇപ്പോ ബൈക്കൊക്കെ വാങ്ങിക്കുന്ന നേരത്ത് 4 ചക്രമുള്ളത് വാങ്ങിക്കാമല്ലോ. ബൈക്ക് ഇപ്പോ 3.5 ലക്ഷം രൂപ ബൈക്കിന്റെ വിലയാണല്ലോ. 2, 2.5, 3 എന്നൊക്കെ പറഞ്ഞാൽ ഒരു 2 വീലർ വാങ്ങിക്കുന്ന പൈസ ആകുന്നുള്ളൂ. ഇതിനകത്ത് GST വന്നപ്പോൾ ഏറ്റവും വലിയൊരു കോമഡി ഉള്ളത് 350 cc മേലുള്ള ബൈക്കിന്റെ വില കൂടിയിട്ടുണ്ട്. ഓക്കെ, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എസ്പ്രസോ എടുക്കാം. ഉറപ്പായിട്ടും എടുക്കാം. എസ്പ്രസോ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഇതൊക്കെ. അപ്പൊ എസ്പ്രസോയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മുഴുവൻ എസ്പ്രസോ കഥകളാണ്. ഒത്തിരി സംശയങ്ങൾ പലർക്കും ഉണ്ടാകും. ഇതെങ്ങനെയാണ് ഈ വണ്ടി? ചിലപ്പോൾ ആദ്യ നോട്ടത്തിൽ, ആദ്യ കാഴ്ചയിൽ ഇത് വാങ്ങിക്കണോ എന്ന് വിചാരിച്ചവരുണ്ടാകും. പക്ഷേ പിന്നീട് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഇവൻ വൻ സംഭവമാണല്ലോ എന്ന് തിരിച്ചും വിചാരിച്ചവരൊക്കെ ഉണ്ടാവും. അത്തരം കാര്യങ്ങളാണല്ലോ നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത് മുഴുവൻ. എസ്പ്രസോ കഥകൾ റേഡിയോയിൽ പറഞ്ഞു തുടങ്ങുവാണ്. കൂടെ ഉള്ളത് കെവിനാണ്. കെവിന്റെ കൂടെ ഉള്ളത് വിനുവാണ്. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിന്റെ നേരമാണ്. ഗാരേജിന്റെ മുന്നിൽ കിടക്കുന്ന വണ്ടി, അതായത് ഇന്ന് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ള വാഹനം എസ്പ്രസോയാണ്. അപ്പോൾ എസ്പ്രസോ ഇന്ന് കൊണ്ടുവരാനുള്ള കാരണത്തെ പറ്റിയാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും വില കുറച്ച് വാങ്ങിക്കാൻ പറ്റുന്ന കാർ, നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഒരു കാർ വാങ്ങിക്കാമല്ലോ എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങുന്ന ഒരു സമയമാണ്. ആർക്കും കാർ വാങ്ങിക്കാം. അതെ, ചീപ്പസ്റ്റ് കാറെന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും പ്രൈസിന്റെ കാര്യത്തിലാണ് ചീപ്പസ്റ്റ്. വാഹനത്തിന്റെ ക്വാളിറ്റി, ആ ഒരു പ്രൈസ് നോക്കുന്ന സമയത്ത് ജസ്റ്റിഫൈ ചെയ്യുന്ന ക്വാളിറ്റി ഉണ്ട്. ഫീച്ചേഴ്സും അത് തന്നെയാണ്. സർവീസ് സെന്റേഴ്സ്, റിലയബിലിറ്റി, ഇതൊക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു പ്രൈസിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആ ഒരു പ്രൈസ് നോക്കുന്ന സമയത്താണ് ചീപ്പസ്റ്റ് എന്ന് പറയുന്നത്. വാഹനം ഒരിക്കലും ചീപ്പസ്റ്റ് അല്ല. അതെ അതെ അതെ, അത് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കെവിൻ, ഇപ്പോൾ വാഹന ഉടമകളുടെ, അതായത് ഇതിന്റെ കമ്പനിയുടെ സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്കി, ഇവർക്ക് ഇത് വിറ്റ വല്ല പൈസയും കിട്ടുമോ? ഈ 3.5 ലക്ഷത്തിന് നാട്ടിൽ വണ്ടി കിട്ടുവാണ്, ഇവർക്ക് ഇതിൽ നിന്ന് വല്ല ലാഭമുണ്ടോ? അല്ലാതെ ഞാനും ആലോചിച്ചു 3.5 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതിൽ അവരുടെ ചാരിറ്റിക്ക് വേണ്ടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. എല്ലാ മനുഷ്യരും കാർ ഓടിക്കട്ടെ, കാരണം അവർക്ക് വേറെ പല സെഗ്മെന്റുകളുണ്ടല്ലോ, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാം. ഇത് എല്ലാ മനുഷ്യർക്കും കാർ ഓടിക്കാൻ വേണ്ടി അവർ തുടങ്ങിയിട്ടുള്ളൊരു സേവനം പോലെ നമ്മൾ ആധികാരികമായി വാഹനത്തെ പറ്റി പഠിക്കുന്ന പലരും ഇത് പറഞ്ഞിട്ടുള്ളതാണ്. പല ആർട്ടിക്കിളുകളിലും ഇത് വന്നിട്ടുള്ളതാണ്. എങ്ങനെ ഈ വണ്ടിയിൽ നിന്ന് കമ്പനിക്ക് ലാഭം ഉണ്ടാവുമെന്ന്. മേ ബി ചിലപ്പോൾ ഒരു 10,000 രൂപയോ ചിലപ്പോൾ 15,000 രൂപയ്ക്ക് ആയിരിക്കും ഒരു യൂണിറ്റിൽ നിന്ന് ചിലപ്പോൾ മാരുതിക്ക് എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. അതെ, ഇതിന്റെ മാർക്കറ്റിംഗും മറ്റുള്ള എക്സ്പെൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അത്രയും പോലും ചിലപ്പോൾ കിട്ടുന്ന വരില്ല. അതെ അതെ അതെ, ഉറപ്പായിട്ടും. പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയെ 4 വീലിലേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചത് മാരുതിയാണ്. അതെ, നമ്മൾ കാർ ഓടിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ആരും, മാരുതിയുടെ വണ്ടി ഓടിക്കാത്ത ആരും ഇപ്പൊ റേഡിയോ കേൾക്കുന്നുണ്ടാകില്ല. ഐ തിങ്ക് മാരുതിയുടെ വാഹനം ഓടിച്ചവർ തന്നെയായിരിക്കും ഇപ്പോൾ മറ്റ് ലക്ഷറി വാഹനങ്ങളിലേക്കും മറ്റ് മിഡ് സൈസ് SUV അല്ലെങ്കിൽ സെഡാനിലേക്കും ഒക്കെ മാറിയിട്ടുള്ളത്. ആ മാറിയിട്ടുള്ളവരുടെ വീട്ടിലും ഓർമ്മയ്ക്ക് വേണ്ടി മാരുതിയുടെ വണ്ടി സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു നൊസ്റ്റാൾജിയ കീപ്പ് ചെയ്യുന്ന പല ആൾക്കാരും, 800 ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒത്തിരി അധികം ആൾക്കാരും. അത് നമ്മൾ കയറിയിരുന്നാൽ 800ന്റെ ആ ഒരു രാജകീയത ഒരു തരി പോലും കുറയാത്ത രീതിയിൽ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ പേരെ നമുക്ക് കാണാൻ പറ്റും. അതെ അതെ, അതിനകത്ത് വേറെ ഹൈലൈറ്റ് ഉള്ളത് 25,000 രൂപയ്ക്ക് ഇപ്പോഴും ഒരു 800 മേടിക്കാൻ കിട്ടും. 25,000 രൂപയ്ക്ക് വണ്ടി കിട്ടും. അതെ, അതായത് ഒരു മൊബൈൽ, ഒരു നോർമൽ ഒരു കൊള്ളാവുന്ന ഒരു മൊബൈൽ മേടിക്കണമെങ്കിൽ ഒരു 30-35,000 കൊടുക്കേണ്ടി വരും. അതിന്റെ ഒരു 70% മുടക്കി കഴിഞ്ഞാൽ 25,000 രൂപയ്ക്ക് നമുക്ക് ഇപ്പോഴും ഒരു 800 മേടിക്കാൻ പറ്റും. അതാണ്. അപ്പോ എസ്പ്രസോയെ കൊണ്ടുവന്നിട്ടുള്ളതും അല്ലെങ്കിൽ ഇതേ ഉദ്ദേശമൊക്കെ തന്നെ ആയിരിക്കും. എല്ലാവരും കാർ വാങ്ങിക്കും. അതെ, ഇന്ത്യയെ 4 വീലിലേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചത് മാരുതി തന്നെയാണ്. അന്ന് 800 എന്നുള്ള ഒരു ലെഗസി, ഒരു ലെജൻഡറി ഒരു മോഡൽ അവതരിപ്പിച്ചു. ആ ഒരു പ്രസൻസ് ഇപ്പോഴും അവർ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചൊരു കാര്യം. ഓക്കെ, നമ്മളിപ്പോൾ മറ്റ് കോമ്പറ്റീറ്റർ നോക്കുകയാണെങ്കിൽ ടാറ്റ നാന കൊണ്ടുവന്നു, വലിയ വിപ്ലവം ഉണ്ടാക്കാൻ നോക്കി. വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ടില്ലെന്ന് പറയുന്നില്ല, പക്ഷെ അതിനെ പറ്റി ആ ഒരു വാരത്തിന് കിട്ടിയിട്ടില്ല. ഹ്യുണ്ടായി നോക്കുകയാണെങ്കിൽ സാൻഡ്രോ കൊണ്ടുവന്നു, സാൻഡ്രോയ്ക്ക് ശേഷം ഇയോൺ കൊണ്ടുവന്നു. അതും 2 വാഹനങ്ങൾ ഇപ്പം മാർക്കറ്റിൽ നമുക്ക് മേടിക്കാൻ കിട്ടില്ല. ഇപ്പോൾ എൻട്രി ലെവൽ വാഹനം ഉള്ളത് ഹ്യുണ്ടായിക്ക് ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ആണ്. അതൊരു 5 lakhsനടുത്ത് വില വരും. ടാറ്റയിലേക്ക് നോക്കുകയാണെങ്കിൽ ടിയാഗോ മാത്രമേ ഉള്ളൂ, അതും ഒരു 5 lakhsന് വരും. അപ്പോഴാണ് മാരുതി എസ്പ്രസോ എന്നുള്ളൊരു വാഹനം 3.5 lakhsന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ ജനതകൾക്ക് നിങ്ങൾ വാഹനം എടുക്കൂ, കാറിൽ യാത്ര ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതൊരു വല്ലാത്ത ചിന്തയാണ് കേട്ടോ. വല്ലാത്ത ചിന്ത മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ കാർ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സീസണിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും കാർ വാങ്ങിക്കാൻ ചിന്തയുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇങ്ങനെ പറയുമല്ലോ, ഇപ്പോൾ ഈ സമയത്ത് ആപ്പിൾ വാങ്ങിക്കണ്ട, കാരണം ആപ്പിളിന് വില കൂടിയ ഉള്ള സമയമാണ്. ഇപ്പോൾ കാശ്മീരിൽ ആപ്പിൾ ഉണ്ടാകട്ടെ, ആപ്പിൾ ഉണ്ടായതിനു ശേഷം, അതായത് ഒരു നവംബർ സമയമൊക്കെ ആകുമ്പോൾ കാശ്മീരിൽ ആപ്പിൾ, അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ആപ്പിൾ പറിച്ചു തുടങ്ങിയിരിക്കുന്ന സമയം, അത് കറങ്ങി നമ്മുടെ നാട്ടിലെത്തുമ്പോൾ ആപ്പിളിൽ പരമാവധി വില കുറയും. നേരെ മറിച്ച് ആപ്പിൾ സീസൺ അല്ലാത്ത സമയത്ത് ആപ്പിൾ വാങ്ങിയാൽ ഭയങ്കര വിലയായിരിക്കും. അങ്ങനെ നോക്കിയാൽ, അങ്ങനെ ഒരു മാർക്കറ്റ് ലെവൽ വെച്ച് നോക്കിയാൽ കാർ വാങ്ങിക്കാൻ പറ്റുന്ന നല്ല അന്തരീക്ഷത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു നല്ല അന്തരീക്ഷത്തിൽ റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. എസ്പ്രസോയെ പറ്റി തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര.
Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ എക്സ്പ്രസോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ കാർ എന്ന നിലയ്ക്ക് നിരത്തിൽ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന വാഹനത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവതരിപ്പിക്കാനുള്ള പ്രധാന കാരണം കാർ എന്ന് പറഞ്ഞത് വളരെ വലിയ സ്വപ്നമായിട്ട് പണ്ട് കാലം മുതൽ കൊണ്ടു നടന്നിരുന്ന ഒത്തിരി മനുഷ്യരുണ്ടാവും, ഒത്തിരി പേരുണ്ട്. അവർ ആ സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫണ്ടിന്റെ പ്രശ്നമൊക്കെ കൊണ്ട് പിന്നെ ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് നീട്ടി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് പറ്റിയ അവസരമാണ്. അതെ, അങ്ങനെ കാറ് പിന്നീട് എടുക്കാം, കുറച്ചുകൂടി ഫണ്ടൊന്ന് റെഡി ആയിട്ട് എടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന എല്ലാ മനുഷ്യർക്കും കാർ എടുക്കാൻ പറ്റുന്ന ഒരു സുവർണ്ണ കാലം ഇതാണ്. അങ്ങനെ എടുക്കണമെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഓപ്ഷനായിട്ട് 3.5 ലക്ഷം രൂപയ്ക്ക് വീട്ടിലെത്തിക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇന്ന് ഗാരേജിൽ കൊണ്ടുവന്ന് കെവിൻ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഓക്കെ. അപ്പോൾ എക്സ്പ്രസോയെ പറ്റി നമ്മളിപ്പോൾ വണ്ടി പുറം ലുക്കിൽ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ വണ്ടിയെ പറ്റിയുള്ള കഥകൾ, കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരാണ് ഇവൻ? എക്സ്പ്രസോ എന്താണ് ഇവൻ? എക്സ്പ്രസോ ആക്ച്വലി ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാര്യം വാഹനം ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല പോപ്പുലർ ആണ്. ഓക്കെ. ഞാൻ കണ്ടിരിക്കുന്ന എക്സ്പ്രസോ യൂസേഴ്സ് എല്ലാം തന്നെ ഒരു പ്രായമുള്ള കുറച്ച് ആൾക്കാർ തന്നെ. ശരി. കാര്യം ആ ഒരു വാഹനത്തിന്റെ മേക്ക് എങ്ങനെയാണ്, ഒരു 3.5 ലക്ഷം രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു വാഹനത്തിന്റെ ഒരു മേക്ക് അല്ല, അതൊരു മിനി സുമോ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ശരി. ഒരു SUV-യുടെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നോർമലി ഈ ഒരു ബഡ്ജറ്റ് നോക്കുന്ന സമയത്ത് ഇത്ര ഒരു ബിൽഡപ്പ് കിട്ടുന്ന ഒരു വാഹനമില്ല. ഓക്കെ. ഈ ഒരു വാഹനത്തിന്റെ ഒരു ഹൈലൈറ്റും അത് തന്നെയാണ്. ഏത് പ്രായം ഉള്ള ആൾക്കാർക്കും കയറാനും ഇറങ്ങാനും സുഖമായിട്ട് പറ്റും. ശരി. ഉയർന്ന വാഹനമായതുകൊണ്ട് തന്നെ കയറാനും ഇറങ്ങാനും വളരെ അനായാസം പറ്റും. അതാണ് ഈ ഒരു വാഹനത്തിന്റെ ഇത്രയും ഒരു സക്സസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അപ്പോൾ എന്തായാലും മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ പച്ച പിടിക്കാനുള്ള ഒരു പ്രധാന കാരണം വണ്ടിയുടെ ഹൈറ്റ് തന്നെയാണ്. ഈ കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇയോണിലേക്ക് കയറാൻ അല്പം സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് ഇപ്പൊ മുട്ട് കൂടുതൽ വളയ്ക്കേണ്ടി വരും. അപ്പൊ മുട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ള മനുഷ്യർക്കാണെങ്കിൽ ഇല്ല, ഞാൻ ആ വണ്ടി കയറുന്നില്ലെന്ന് പറയും. നേരെ മറിച്ച് അവർക്ക് കയറാൻ പാകത്തിലുള്ള കാറ്റഗറിയുള്ള വണ്ടി വരണമെങ്കിൽ ഒരു 10-15 ലക്ഷം രൂപയുടെ വണ്ടി വരേണ്ടി വരും. അതിനിടയിലാണ് ഇതുപോലെ അല്പം ഉയരം കൂട്ടി വണ്ടി പണിത് മാരുതി സാധാരണ മനുഷ്യരുടെ എല്ലാവരുടെയും ഇഷ്ടം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ വണ്ടിക്കകത്തേക്ക് ചെന്നാൽ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് മാത്രമല്ല, വാഹനത്തിന് യാതൊരുവിധ കോംപ്രമൈസും, അതായത് വാങ്ങുന്ന ഒരാൾക്ക് യാതൊരുവിധ കോംപ്രമൈസും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടില്ല. ബൂട്ട് സ്പേസ് ആവശ്യത്തിനുണ്ട്. ഈ പറയുന്ന പോലെ കയറാനും ഇറങ്ങാനും വളരെ സുഖമായിട്ട് പറ്റും. 5 പേർക്ക് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ആൻഡ് ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് ടച്ച് സ്ക്രീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം നമുക്ക് കിട്ടും. ഈവൻ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയോ സെൻസേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കിട്ടും. സ്റ്റിയറിംഗിൽ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻസ് ഉൾപ്പെടെയുള്ള ഒന്നും കുറച്ചിട്ടില്ല. ചാർജിങ് പോർട്സ് വരുന്നുണ്ട്, കപ്പ് ഹോൾഡേഴ്സ്, അങ്ങനെയുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി തന്നെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. സോ അപ്പം യാതൊരുവിധ കോസ്റ്റ് കട്ടിങ്ങും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടില്ല. അതെ, വണ്ടിയുടെ വില കുറച്ചു എന്ന് പറഞ്ഞ് വണ്ടിക്കകത്തുള്ള സാധനങ്ങളൊക്കെ പെറുക്കി മാറ്റിയിട്ടല്ല വില കുറച്ചിട്ടുള്ളത് എന്ന് ചുരുക്കം. അതെ. ആൻഡ് മാരുതി യൂസേഴ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ മാരുതി വാഹനങ്ങളുടെ AC-യുടെ കൂളിംഗ്. വളരെയധികം ഫാസ്റ്റായിട്ട് ക്യാബിൻ കൂൾ ചെയ്യുന്ന ഒരു AC ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല മറ്റ് വാഹനങ്ങൾക്ക് അത്രയധികം ഫാസ്റ്റ്ലി ക്യാബിൻ കൂൾ ചെയ്യാൻ പറ്റുമോ. ഓക്കെ, അത് കൊള്ളാട്ടോ. അതൊരു ഇനിയിപ്പോ ഞാൻ മറ്റ് കമ്പനി വാഹനങ്ങളിൽ കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. കെവിൻ പറഞ്ഞ കാര്യം എത്രത്തോളം ശരിയാണ്. ഇപ്പോൾ പല കമ്പനി വണ്ടികൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നവർ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഇത് ശരിയാണല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അതെ, അത് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. നമ്മൾ മാരുതിയുടെ പല വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്തും, ഈവൻ എക്സ്പ്രസോ ഞാൻ ലാസ്റ്റ് ഒന്ന് ഈ ഒരു പ്രൈസിന്റെ ഒരു അനൗൺസ്മെന്റ് വന്നതിന് ശേഷം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ മാരുതിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് അനൗൺസ്മെന്റ് ഓടിച്ചത് വിക്ടോറിയസ് ആണ്. വിക്ടോറിയസിന്റെ ബ്രാൻഡ് അംബാസഡർ, അതായത് വിക്ടോറിയസ് എന്ന വാഹനത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ആയിട്ട് മാരുതി ഇൻവൈറ്റ് ചെയ്തിരുന്നത് വരുൺ ധവാനെയാണ്. ഫിലിം സ്റ്റാർ വരുൺ ധവാൻ. അദ്ദേഹം വാഹനം ഓടിച്ചിട്ട് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തൊരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന് ഒരു സ്റ്റേജിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് കുറച്ചധികം ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യം, ഈ ഒരു വിക്ടോറിയസിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, AC വളരെയധികം ഫാസ്റ്റായിട്ട് കൂൾ ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിന് ഒരു ഫിലിം സ്റ്റാർ ആയ സ്ഥിതിക്ക് അദ്ദേഹത്തിന് മറ്റ് ലക്ഷറീസ് വാഹനങ്ങളുണ്ട്. പക്ഷേ ചെറിയ സമയത്തിനുള്ളിൽ ക്യാബിൻ കൂളാകുന്ന ഒരു ഫീച്ചർ ഈ ഒരു വാഹനത്തിൽ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും എക്സൈറ്റ് ചെയ്യിച്ച ഒരു കാര്യം അത് തന്നെയാണ്. കൊള്ളാം. ഈ ചോദ്യം ചോദിച്ചത് മാരുതിയുടെ ഒരു ഒഫീഷ്യലാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ വീണ്ടും ചോദിച്ച ആളുടെ നമ്മൾ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു. അതെ, എന്തുകൊണ്ടാണ് മാരുതി ഇങ്ങനെ ഒരു സിസ്റ്റം എല്ലാ വാഹനങ്ങളും കൊടുത്തിരിക്കുന്നത്? ഇത് മാരുതി തന്നെ മേക്ക് ചെയ്യുന്നതാണോ അതോ പുറത്തുനിന്ന് സോഴ്സ് ചെയ്യുന്നതാണോ? മാരുതിയുടെ ഒഫീഷ്യൽ പറഞ്ഞൊരു കാര്യം, ഇന്ത്യക്ക് വേണ്ടിയിട്ട് മാരുതി തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു AC സിസ്റ്റമാണ് മാരുതിയുടെ എല്ലാ വാഹനങ്ങൾക്കും കൊടുത്തിരിക്കുന്നത്. അതായത് ഇന്ത്യൻ ക്ലൈമറ്റിന്റെ ആ ഒരു ചേഞ്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആ ഒരു AC സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. ആ ഒരു സെയിം കൂളിംഗ് തന്നെ, അല്ലെങ്കിൽ ആ ഒരു സെയിം എഫക്റ്റ് തന്നെ ഈ പ്രൈസ് കട്ട് വന്നപ്പോഴും വ്യത്യാസം വരുത്തിയിട്ടില്ല. എല്ലാവർക്കും ഈക്വലായിട്ട് തണുപ്പ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം എല്ലാവരും തണുപ്പിച്ചുകൊണ്ട് മാരുതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എക്സ്പ്രസോയെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് കെവിനാണ്, കെവിന്റെ കൂടെയുള്ളത് വിനു ആണ്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage.
റേഡിയോ ഗാരേജിൽ വളരെയധികം സന്തോഷത്തോടെ അവതരിപ്പിച്ചിട്ടുള്ള വാഹനം നമ്മളെ ഗാരേജിന്റെ മുന്നിൽ നിർത്തിയിട്ടിട്ട് അതിന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരിൽ ഒരാളുടെ പേര് കെവിൻ ആണ്. കെവിൻ നമ്മുടെ പ്രിയപ്പെട്ട ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ആണ്. ഗാരേജിന്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നോക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ആൾ കെവിനാണ്. ഓക്കെ, കെവിനെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ആൾ ഞാനാണെന്ന്. അതായത് കെവിനെ നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെവിനോട് സംശയങ്ങളൊക്കെ ചോദിക്കാനാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ കെവിൻ, നമ്മൾ ഇപ്പോൾ പറഞ്ഞു വന്നത് മുഴുവനും ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ വാഹനം വാങ്ങിക്കാൻ പറ്റിയ ഒരു സമയം ഇതാണ്, അല്ലെങ്കിൽ എക്സ്പ്രസോ ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ വാഹനമായത് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇപ്പോൾ ഇനി എക്സ്പ്രസോ വാങ്ങിക്കാനിരിക്കുന്ന പലർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പൊതു സംശയമാണ്. തുടക്കം മുതൽ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷേ എല്ലാവരും അത് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. എപ്പോഴും ഇന്ത്യക്കാരല്ലെങ്കിൽ നമ്മൾ മലയാളികൾ വണ്ടി എടുക്കുമ്പോൾ അതിപ്പോൾ നമ്മൾ ഫെറാരി എടുത്താലും എന്ത് കിട്ടും എന്നാണ് ചോദിക്കുക. അതെ, എത്ര കിട്ടും? ഫെറാരിയാണ്, ഓക്കെ, റോൾസ് റോയ്സ് ആണ്, പക്ഷെ എന്ത് കിട്ടും, എന്ത് മൈലേജ് കിട്ടും എന്ന് ചോദിക്കും. ഉറപ്പായിട്ടും നമ്മൾ ഈ വണ്ടി കാണുന്നവർ ചോദിക്കും, അത് എടുക്കാൻ പോകുന്നവർ ചോദിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ 1 കോടിയുടെ വാഹനം എടുത്താലും 3.5 ലക്ഷത്തിന്റെ വാഹനം എടുത്താലും എന്ത് മൈലേജ് കിട്ടും എന്നുള്ള ചോദ്യം വളരെയധികം പ്രസക്തമാണെന്ന് ഞാൻ ചോദിച്ചിരിക്കും. ഓക്കെ, എന്ത് കിട്ടും? നന്നായി കിട്ടുമെന്ന് തന്നെ പറയാം. കിത്തന ദേത്തിഹ എന്നാണ് മാരുതിയോട് നോർമലി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, എത്ര കിട്ടും എന്നുള്ളതാണ്. ഈ ഒരു വാഹനത്തിന്റെ മൈലേജ് നോക്കുന്ന സമയത്ത് 25 കിലോമീറ്റർ ഓട്ടോമാറ്റിക്കിന് മാരുതി ക്ലെയിം ചെയ്യുന്നുണ്ട്. 24 കിലോമീറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ കിട്ടുന്നുണ്ട്. 24-25 കിലോമീറ്റർ മൈലേജ് മാരുതി ക്ലെയിം ചെയ്യുന്നതാണ്. റിയൽ ലൈഫിലേക്ക് പോവുകയാണെങ്കിൽ പോലും ഒരു 15-16 എന്തായാലും കിട്ടും. കൂടാതെ ഈ വാഹനം CNG ലും അവൈലബിൾ ആണ്. CNG ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അത് ഈ ഒരു പ്രൈസ് പോയിന്റ് നോക്കുന്ന സമയത്ത് നോർമലി ഇങ്ങനത്തെ പ്രൈസ് പോയിന്റ് അല്ലെങ്കിൽ എൻട്രി ലെവൽ വാഹനങ്ങൾക്ക് വേരിയൻസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ട്രാൻസ്മിഷൻസ് ഒക്കെ കുറവായിരിക്കും. ശരി. പക്ഷെ മാരുതി അതിലൊന്നും ഒരു പിശക് കാണിച്ചിട്ടില്ല. ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് അത് വാങ്ങിക്കട്ടെ, അല്ലെങ്കിൽ CNG വേണ്ടവർ അത് ഓടിച്ചോട്ടെ. എല്ലാവരും വണ്ടി ഓടിക്കണം. എല്ലാവരുടെ വീട്ടിലും ഒരു വണ്ടി, അതാണ് ഇന്ത്യ കണ്ട സ്വപ്നം, അല്ലെങ്കിൽ മാരുതി കണ്ട സ്വപ്നം. ആ സ്വപ്നം മാരുതി വളരെയധികം വർക്ക്ഔട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഇതിപ്പോ പറയുമ്പോൾ മൈലേജിന്റെ കാര്യം പറഞ്ഞല്ലോ, മൈലേജ് അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജ് കിട്ടുന്ന, കുറച്ച് എണ്ണ അടിച്ച് കൂടുതൽ ദൂരം ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ് എന്ന് പറയുമ്പോൾ, ഈ ദൂരം നമ്മളൊരു ഇടുക്കിക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ ഈ വണ്ടി നമ്മളെയും കൊണ്ട് ഇടുക്കി ചെല്ലുമോ എന്ന് പറഞ്ഞാൽ എൻ്റെ ചോദ്യം, പവർ എങ്ങനെയാണ്? ഇപ്പോൾ മൈലേജ് കൂടുമ്പോൾ, വില കുറയുമ്പോൾ പവറിൽ മാരുതി എന്താണ് ചെയ്തിട്ടുള്ളത്? പവറിൽ എഞ്ചിൻ സ്പെക്ക് നോക്കുകയാണെങ്കിൽ 66 bhp പവറും 89 എണ്ണം ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ്. ടർബോ എഞ്ചിനൊന്നും നമുക്ക് കിട്ടുന്നില്ല. 1 ലിറ്റർ K10C, അതാണ് എഞ്ചിൻ കോഡ്. K10C സീരീസിൽ പെടുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലൊക്കെ വരുന്ന ഒരു ചോദ്യം ഇതായിരിക്കും, പവർ ഉണ്ടോ, പവർ ഡ്രോപ്പ് ഉണ്ടാവുമോ? പക്ഷെ അങ്ങനെ ഒരു പവർ ഡ്രോപ്പ് ഒന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. 5 പേരും അത്യാവശ്യം ലഗേജും വെച്ചാണെങ്കിലും വണ്ടി വലിച്ചുകൊണ്ട് പോകും. അതെ, അങ്ങനെ വണ്ടിക്ക് പവർ കുറവോ എന്നുള്ള പരാതികളൊന്നും നമ്മൾ അധികടങ്ങളിൽ കേട്ടിട്ടില്ല. മാരുതിയുടെ വാഹനങ്ങൾക്കൊന്നും നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂസ് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. വാഹനം വലിച്ചോളും, അതിനുള്ള പവർ വാഹനത്തിനുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ സർവീസ് സെന്റേഴ്സോ അല്ലെങ്കിൽ മറ്റേ റിലയബിലിറ്റി ഇഷ്യൂസ് ഒന്നും തന്നെ നമുക്ക് ഇല്ല, നോക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ ഒരിടത്തും പ്രശ്നമില്ല. എവിടെ പോയാലും അതെ, ഒരു പക്ഷേ സേഫ്റ്റി എന്നുള്ള ഒരു ചോദ്യം മാത്രമായിരിക്കും ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഉയരാൻ സാധ്യതയുള്ളത്. പക്ഷേ സേഫ്റ്റി പറയുന്ന വാഹനങ്ങൾക്കൊന്നും ഈ പറയുന്ന പ്രോമിസുകളോ ഇല്ല ഇത്ര ഒരു ബഡ്ജറ്റ് കുറച്ചുകൊണ്ട് ഒരു വാഹനം ഇറക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഇറക്കിയ വാഹനങ്ങളിൽ പ്രോപ്പറായിട്ട് സർവീസ് കൊടുക്കാൻ പോലും പറ്റാത്ത വാഹനങ്ങളാണ് ഇന്ന് സേഫ്റ്റിയുടെ കാര്യത്തിൽ കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് സേഫ്റ്റി ഒരു കൺസേൺ തന്നെയാണ്, അല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിലും ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഒരു ഫാമിലിയുടെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് മാരുതി ഇടുന്ന എഫേർട്ടാണ് എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചൊരു കാര്യം. ഉറപ്പായിട്ടും അത് നമ്മളെല്ലാവരും ഒരുപോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും കേട്ടോ. എല്ലാവർക്കും കാർ ഉള്ള ഒരു നല്ല നാളെ ആയിരിക്കും മാരുതി കാണുന്ന സ്വപ്നം. നാളെയല്ല കേട്ടോ, അത് ഇന്ന് തന്നെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഈ ഒരു ടൈമാണ് വണ്ടി ഏറ്റവും കൂടുതൽ എടുക്കാൻ പറ്റിയ സമയം എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ്. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM റേഡിയോ ഗാരേജ് ആണ്. കെവിനും വിനും ഉണ്ട് കൂടെ. 89.6 FM സർഗക്ഷേത്ര Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ എക്സ്പ്രസോയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഗാരേജിൽ എത്തുന്ന ഏറ്റവും വില കുറഞ്ഞ വാഹനം എന്ന നിലയ്ക്കും, ഒരുപാട് ആളുകൾ വാങ്ങിക്കാൻ സാധ്യതയുള്ള വാഹനം എന്ന നിലയ്ക്കും, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വില കുറഞ്ഞ കാർ എന്ന നിലയ്ക്കൊക്കെയാണ് നമ്മൾ എക്സ്പ്രസോ ഇന്ന് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ കെവിൻ, ഇപ്പോൾ എക്സ്പ്രസോയുടെ പല കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എത്ര വേരിയന്റ് കിട്ടും, നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള വേരിയന്റ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ കൂടി ഒന്ന് പറഞ്ഞുതരാമോ? എക്സ്പ്രസോ നമുക്ക് 8 വേരിയൻസിലാണ് ലഭിക്കുക. 8 ഡിഫറെന്റ് വേരിയന്റ് ഉണ്ട്. അതിൽ ഓട്ടോമാറ്റിക്, മാനുവൽ, CNG ഇങ്ങനെ 3 പവർ ട്രെയിൻ വരുന്നുണ്ട്. ബേസ് വേരിയന്റ് 3.5 lakhs സ്റ്റാർട്ട് ചെയ്യുന്നു. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആണ്. ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വരുമ്പോൾ 5.25 lakhs. 5,25,000 രൂപയാണ് ടോപ്പ് എൻഡ് വേരിയന്റിന്റെ എക്സ്ഷോറൂം വില എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു വാഹനത്തിൽ ഇത്രയും പവർ ട്രെയിൻസ്, CNG വരുന്നുണ്ട്, AMD വരുന്നുണ്ട്, മാനുവൽ, ഇഷ്ടമുള്ള ഒരു പവർ ട്രെയിൻ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഏറ്റവും റിലയബിലിറ്റി ഉള്ള ഒരു AMD ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നോർമലി ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ ഒരു പ്രൈസ് നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന അല്ലെങ്കിൽ ഡ്രൈവിംഗ് കംഫർട്ട് കിട്ടുന്ന ഒരു ഗിയർ ബോക്സ് കോമ്പിനേഷൻ ഒന്നും
ഒന്നും കൊടുക്കാറില്ല നോർമലി. പക്ഷേ മാരുതി ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന AMT എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്വിഫ്റ്റിലൊക്കെ കാണുന്ന ആ ഒരു സെയിം AMT തന്നെയാണ്. പക്ഷേ അത് ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഡിഫറൻ്റ് ആണ്. നമ്മൾ ലാസ്റ്റ് സ്വിഫ്റ്റ് ഓടിച്ച സമയത്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അതിൻ്റെ ഒരു AMTയിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്. ആ ഒരു ചേഞ്ചസ് ഇപ്പോഴും ഞാൻ ലാസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത എക്സ്പ്രസോയിലും എനിക്ക് ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബഡ്ജറ്റ് കാർ എന്ന് പറയുമെങ്കിൽ പോലും അതിൽ കൊടുത്തിരിക്കുന്ന എക്യുപ്മെന്റ്സ് അല്ല, അതിൻ്റെ ഒരു റെസ്പോൺസ് അല്ല, അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അതൊരു അടുത്തൊരു സെഗ്മെന്റിലെ വാഹനങ്ങൾക്ക് തന്നെ നമുക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു എക്സ്പ്രസോയിൽ നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ CNG വേരിയന്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. CNGയുടെ കാര്യം പറയുമ്പോൾ 32 കിലോമീറ്റർ മൈലേജ് നമുക്ക് CNGയിൽ കിട്ടും. 32? യെസ്. അതാണ് അത്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിക്കുവായിരുന്നേ, CNG അടിച്ചിട്ട് ഒരു ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടം വരെയൊക്കെ പോകാൻ പറ്റുമെന്ന്. അതെ, CNG കിലോയിലാണ് റെഫർ ചെയ്യുക. അപ്പോൾ ഒരു കിലോ CNGയുടെ വില 90 രൂപയാണ് ഇന്നത്തെ വില. ഒരു ലിറ്റർ പെട്രോളിന്റെ വില 105 രൂപ, 106 രൂപ ആ റേഞ്ചിൽ വരും. അപ്പൊ നോർമലി ഇപ്പോൾ എക്സ്പ്രസോയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 1 ലിറ്റർ പെട്രോളിൽ 24 കിലോമീറ്റർ ആണ് പോകുന്നത്, സഞ്ചരിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ 105 രൂപ സ്പെൻഡ് ചെയ്യണം. അതേസമയം CNG ആണെങ്കിൽ 1 കിലോ CNGക്ക് 90 രൂപ കൊടുത്താൽ മതി. 15-16 രൂപ അവിടെ തന്നെ കുറവുണ്ട്. യെസ്. പ്ലസ് നമുക്കൊരു 15 കിലോമീറ്റർ അല്ലെ 10 കിലോമീറ്റർ അഡീഷണൽ മൈലേജ് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഹൈബ്രിഡ് ആയിട്ട് പറയാം. അതായത് പെട്രോളും രണ്ട് ഫ്യൂവലാണല്ലോ നമുക്ക് കിട്ടുക. CNG എടുക്കുകയാണെങ്കിൽ പെട്രോളും കിട്ടും, CNG കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഹൈബ്രിഡ് ഫ്യൂവലായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പക്ഷെ അങ്ങനെ ആരും ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഒരേ സമയം തന്നെ നമുക്ക് 2 ഫ്യൂവൽ, അതാണല്ലോ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. 2 ഫ്യൂവലിൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഫ്യൂവൽ എഫിഷ്യന്റ് ആയിട്ട് ഈ ഒരു കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ CNGയുടെ അവൈലബിലിറ്റി ഫാർ ബെറ്റർ ആണ് പ്രീവിയസ്ലി കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ കോട്ടയം നോക്കുകയാണെങ്കിലും അത്യാവശ്യം എല്ലാ പമ്പിലും നമുക്ക് CNG ഉണ്ട്. പണ്ട് CNG വന്ന സമയത്തൊക്കെ എറണാകുളത്ത് പല പമ്പുകളിലും CNG വന്നു. അപ്പൊ ഞാനപ്പോ ഇങ്ങനെ നമ്മളെ അലട്ടിയിരുന്ന ഒരു പ്രശ്നമാണ്. ഇതിപ്പോ CNG വണ്ടികൾ എറണാകുളത്ത് ഓട്ടോറിക്ഷ അടക്കമുള്ള സകല വണ്ടികൾ CNG, ബസ് ഉണ്ട്, അങ്ങനെ പല വാഹനങ്ങളുണ്ട്. ഇത് ഓടിച്ച് നമ്മൾ അടുത്ത ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ളൊരു ചിന്ത ഒരു 4 വർഷം മുൻപ് 5 വർഷം മുൻപൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ആ ചിന്ത പടയെന്ന് പറഞ്ഞാണ് മാറിയത്. എല്ലായിടത്തും CNG ഉണ്ട്. ആകെ ഒരു CNGയുടെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് CNG ഫില്ല് ചെയ്യുന്ന സമയത്ത് വാഹനത്തിന്റെ പുറത്തിറങ്ങി നിൽക്കണം. അതിപ്പോ നമ്മൾ ഡ്രോബാക്ക് ആയിട്ട് കൂട്ടുന്നുണ്ട്. നമ്മൾ കുറെ ദൂരം വണ്ടി ഓടിച്ച് എന്നിട്ട് പമ്പിൽ ചെല്ലുമ്പോൾ നമ്മളൊന്ന് ഇത്ര നേരം ഇരിക്കുവായിരുന്നല്ല, ഒന്ന് എണീറ്റ് ഒന്ന് നിവർന്ന് നിൽക്കാണ് ഒരു സമയം. അങ്ങനെ കിട്ടിയാൽ മതി. നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണല്ലോ. അതെ, അത് മാത്രമേ ഉള്ളൂ CNGയുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് മാത്രമേ പറയാനുള്ളൂ. CNGയുടെ എന്റെ ഒരു കാഴ്ചപ്പാട് മാറ്റിയത് മാരുതി സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് CNG ഞാനൊരു 6 മാസം ഉപയോഗിച്ചിരുന്നു. ലോങ് ടൈമറായിട്ട് മാരുതി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തന്നാണ്. ആ ഒരു സമയത്താണ് CNGയോടുള്ള എന്റെ കാഴ്ചപ്പാട് മാറിയത്. നേരത്തെ വിചാരിച്ചിരുന്നത് പവർ അങ്ങനത്തെ പരിപാടികൾ കുറവോ അങ്ങനെ എന്തെങ്കിലും പവർ ഡ്രോപ്പ് ഉണ്ട്. CNGയിലേക്ക് മാറുമ്പോൾ ചെറിയൊരു പവർ ഡ്രോപ്പ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് സിറ്റി റണ്ണിലൊക്കെ നമുക്ക് ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല. അപ്പൊ സിറ്റി റണ്ണിലാണ് ഏറ്റവും കൂടുതൽ ഫ്യൂവൽ നമുക്ക് വേണ്ടത്. ആ ഒരു സമയത്ത് CNGയിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ അതൊരു സ്മൂത്ത് ആയിട്ട് തന്നെ പൊക്കോളും. പക്ഷെ ഇത് യൂസ് ചെയ്തപ്പോഴാണ് എത്രമാത്രം എക്കോണമിക്കലായിട്ട് നമുക്ക് ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പൈസ സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. CNG വണ്ടി ഇതുപോലെ ഓടിച്ച് ഒരു റൗണ്ടൊക്കെ കറങ്ങി വൈകുന്നേരം വീട്ടിലെത്തി കഴിഞ്ഞിട്ട് നമ്മൾ പേഴ്സ് നോക്കുമ്പോൾ അല്ലെ അക്കൗണ്ട് നോക്കുമ്പോൾ കാശൊന്നും പോയില്ലല്ലോ എന്നൊരു ചിന്തയാണ്. അയ്യോ എന്റെ ഇത്രയും പൈസ ഉണ്ടായിരുന്നോ? കാരണം അല്ലേ ഇപ്പൊ കെവിൻ 6 മാസം സ്വിഫ്റ്റ് ഓടിച്ചതിന്റെ വെളിച്ചത്തിൽ ഒരു ദിവസം സാധാരണ നോർമൽ പെട്രോൾ സ്വിഫ്റ്റ് ഓടിച്ച് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കയ്യിൽ ഇല്ലാതിരുന്ന കുറച്ചധികം പൈസ പോക്കറ്റിൽ കിട്ടിയതിന്റെ സന്തോഷമില്ല. അതെ, തീർച്ചയായിട്ടും. കാര്യം ഒരു CNG ഫുൾ ടാങ്ക് അടിക്കണമെങ്കിൽ എനിക്കൊരു 700 രൂപ 750-800 രൂപ ആവുന്നുള്ളൂ. ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 250 കിലോമീറ്റർ എന്തായാലും ഓടാൻ പറ്റും, ഒരു ട്രിപ്പ് പോയിട്ട് വരാൻ പറ്റും. അത് കൊള്ളാം. അതൊരു വലിയ കാര്യമുണ്ട്. കാരണം ഇപ്പോൾ പലർക്കും ഉണ്ടാകുന്ന ചില കൺഫ്യൂഷൻ ഒക്കെയാണ് CNG ഇത് നടപടിയാകുമെന്നൊക്കെ. അപ്പൊ എക്സ്പ്രസോ CNG പുലിയാണ്. മാരുതി ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന CNG ആണ്. അതുകൊണ്ട് തന്നെ ടെൻഷൻ ഫ്രീ വേണ്ട. നമുക്ക് പുറത്ത് മാനുവലി നമുക്ക് ചെയ്യാൻ പറ്റും. വേറെ ഏജൻസികളും ഷോപ്സും ഒക്കെ ഉണ്ട് ചെയ്തു തരുന്നത്. പക്ഷേ മാരുതി ഇൻബിൽറ്റ് ആയിട്ട് അവരുടെ ഫാക്ടറിയിൽ നിന്ന് തന്നെ ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പേടിയൊന്നും വേണ്ട. ധൈര്യമായിട്ട് ഓടിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും റേഡിയോയിൽ നല്ല പാട്ട് വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷമാണ് പുതിയൊരു വിവരം എനിക്ക് തോന്നുന്നു നമ്മുടെ ഗാരേജിൽ പ്രഖ്യാപിക്കാൻ പോകുകയാണ്. ഒരു വലിയ പ്രഖ്യാപനം തന്നെ. ഓക്കെ, അപ്പോൾ നമ്മളുടെ റേഡിയോ ഗാരേജിൽ ഇനി ഒരു വലിയ പ്രഖ്യാപനമാണ് വരാൻ പോകുന്നത്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി 2 പാട്ട് ദൂരം മാത്രം വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. നമ്മളെ ഗാരേജ് അടയ്ക്കാനുള്ള സമയം ഏറെക്കുറെ ആയിക്കൊണ്ടിരിക്കും കെവിൻ. അതായത് എക്സ്പ്രസോ അവതരിപ്പിച്ചു. വളരെ മനോഹരമായ എക്സ്പ്രസോയെ അതിന്റെ പ്രത്യേകതകളെല്ലാം അല്ലെങ്കിൽ ഇപ്പോഴാണ് വാങ്ങിക്കാൻ പറ്റുന്ന സമയം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് വണ്ടി മെല്ലെ അകത്തേക്ക് കയറ്റണം. അകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ ഷട്ടർ ഇടും. ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ്പ്രസോയെ പറയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം കൂടി എക്സ്പ്രസോയെ പറ്റി പറയാൻ ഇനിയുണ്ടോ? ഇതുവരെ എക്സ്പ്രസോയെ മനസ്സിലാക്കാതെ ഇരുന്നവർക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. എക്സ്പ്രസോ ആക്ച്വലി എനിക്കത് ഭയങ്കര ഒരു സന്തോഷം, ഈ ഒരു പ്രൈസ് കട്ട് വന്ന സമയത്ത് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ്. കാര്യം വാഹനം വാങ്ങാനായിട്ട് നിൽക്കുന്ന
ഒരാൾക്ക് മുന്നിലേക്ക് ഒരു വഴി തുറന്നു കൊടുത്ത പോലെ. അതെ, അത് ചെറിയ വഴിയൊന്നുമല്ല, വലിയൊരു വഴിയാണ്. അത് എല്ലാവരുടെ ഒരു ആഗ്രഹമായിരിക്കും ഒരു വാഹനം മേടിക്കുക എന്നുള്ളത്. നമ്മളിപ്പോ ഒരു ജോലി കിട്ടുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ടൂ വീലറിലേക്കാണ്. ആ ഒരു എൻട്രി ലെവൽ ജോലി തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ ഒരു സാലറി വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ടൂ വീലർ മാത്രമേ അഫോർഡ് ചെയ്യാൻ പറ്റൂ. അത്യാവശ്യം വലിയ പവറൊന്നും ഇല്ലാത്തൊരു സാധാരണ ടൂ വീലർ ആയിരിക്കും. അവിടെ നിന്നായിരിക്കും നമ്മൾ പിടിച്ചു കയറാൻ പോകുന്നത്. അതെ, അങ്ങനെ പിടിച്ചു കയറാൻ നോക്കുന്നവർക്ക് ഒരു ഫോർ വീലർ. ആൻഡ് ചില സമയത്തൊക്കെ റോഡിലൂടെ പോകുന്ന സമയത്ത് എന്നെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. കൊച്ചു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ടൂ വീലറിൽ പോകുന്ന ഒരു കാര്യം കാണുമ്പോൾ. അതെ, അപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇവർക്കൊരു കാറ് മേടിക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ആ രീതിക്ക് ആ റേഞ്ചിലുള്ള ഒരു വണ്ടി വന്നാൽ ചിലപ്പോൾ അവരത് വാങ്ങിച്ചു പോകും. അതെ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അന്ന് സങ്കടപ്പെട്ട ഒരു കാര്യം, പക്ഷെ ഇന്ന് മറ്റു പല കാരണങ്ങൾ കൊണ്ട് നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. ഒരു ആത്മാർത്ഥമായിട്ട് ഒരു സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും വാഹനം മേടിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്ന എല്ലാവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കട്ടെ. ഓക്കെ, അപ്പോൾ വണ്ടി നമ്മൾ മെല്ലെ ഗാരേജിന്റെ അകത്ത് കയറ്റിയിട്ട് മെല്ലെ ഗാരേജ് അടക്കി കേട്ടോ. ഇനി ഗാരേജിന്റെ മുന്നിൽ നിന്നിട്ടൊരു പ്രഖ്യാപനമാണ്. പ്രഖ്യാപനം എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ഇങ്ങനെ പറഞ്ഞൊരു ബിൽഡപ്പിലൊക്കെ നിർത്തിയിരുന്നു. ഇവിടെയാണ് അത് ആദ്യമായിട്ട് കെവിൻ പറയാൻ പോകുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ് കെവിൻ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ആലോചന പലയിടത്തും നടക്കുന്നുണ്ട്. എന്താണ് സംഭവം, പറയൂ. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്. ഓക്കെ, അത് നമുക്ക് എക്സ്ക്ലൂസീവ്ലി നമുക്ക് മാത്രമേ അതിന്റെ ഒരു ഇൻഫർമേഷനും അതിന്റെ ഒരു കൺഫർമേഷൻ കൺഫേംഡ് ആണ്. അതിന്റെ ഒരു ഫൈനൽ കൺഫർമേഷൻ കിട്ടിയിട്ടാണ് നമ്മളിത് ബ്രേക്ക് ചെയ്യുന്നത്. മാരുതിയുടെ 2 പുതിയ വാഹനങ്ങൾ ഡിസംബറിൽ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. മാരുതിയുടെ 2 വാഹനങ്ങൾ ഡിസംബറിൽ എത്തുന്നു ഇന്ത്യയിലേക്ക്. അതെ, അത് നെക്സ ഡീലർഷിപ്പിലായിരിക്കും ആ വാഹനം വരുന്നത്. ഓ, നമ്മള് ഗാരേജ് ഓപ്പൺ ചെയ്തത് ശരിക്കും പറഞ്ഞ അരീന ഡീലർഷിപ്പില് വിക്ടോറിയസിലായിരുന്നെങ്കിൽ ഇനി നെക്സയിൽ 2 വണ്ടി വരുന്നുണ്ട്. അതെ, ഇത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഷോറൂമിൽ നിന്ന് പോലും കൺഫർമേഷൻ കിട്ടാത്ത ഒരു കാര്യമായിരിക്കും. ഇപ്പൊ മാരുതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, ഇത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും. അങ്ങനെയാണ്, എല്ലായിടത്തേക്കും ഇത് എത്തിയിട്ടില്ല. ഷോറൂമിലേക്കൊന്നും ഒരുപക്ഷെ എത്തിയിട്ട് പോലും ഉണ്ടാവില്ല. നമുക്ക് ഒഫീഷ്യലി അതിന്റെ കൺഫർമേഷൻ വന്നു. ആൻഡ് നമ്മൾ വാഹനം ലോഞ്ചിന് പോകുന്നുണ്ടാവും, ഓടിക്കാനും പോകുന്നുണ്ടാവും. സോ ഡിസംബറിൽ വാഹനം അൺവീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനിയിപ്പോ ഞാൻ കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കി പറഞ്ഞാൽ, കെവിൻ ഇൻവിറ്റേഷൻ വന്നു മാരുതിയിൽ നിന്ന്, കമ്പനിയുടെ സൈഡിൽ നിന്ന് ഇൻവിറ്റേഷൻ വന്നു. ആ ഇൻവിറ്റേഷൻ കാർഡിലും വണ്ടി ഏതാണെന്നില്ല. നേരത്തെ കെവിനെ പരിചയപ്പെടുത്തിയ നമ്മുടെ ആദ്യ ആഴ്ചയിലെ കഥകൾ കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇത്തരം സാഹചര്യങ്ങളിൽ അതൊരു വളരെയധികം എക്സ്ക്ലൂസീവായിട്ട് കൊണ്ടുപോകുന്ന കണ്ടന്റ് ആയതുകൊണ്ട് എന്താണ് കാര്യമെന്ന് പറയില്ല. അത് ചിലപ്പോൾ തലേദിവസമായിരിക്കും കെവിനും അറിയാൻ പോകുന്നത്. ടിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം വന്ന് സ്ഥലവും തീരുമാനിച്ച് അവിടത്തേക്കുള്ള പ്രോഗ്രാമും ചാർട്ടായതിനു ശേഷം ഇവിടുന്ന് എയർപോർട്ടിലേക്ക് എത്തുമ്പോഴായിരിക്കും ഒരുപക്ഷെ കെവിനും അല്ലെങ്കിൽ കെവിനെ പോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചില ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുമാരും അറിയാൻ പോകുന്നത് ഏത് വണ്ടിയാണെന്ന്. അതായത് കെവിൻ ഈ ഒരു പ്രഖ്യാപനം കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ പല വാഹനങ്ങളുടെയും ചിന്തകൾ വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലൊരാളായിട്ട് എന്നെയും കൂടി പരിഗണിക്കുകയാണെങ്കിൽ ഞാൻ ചുമ്മാ ഒന്ന് ചോദിക്കട്ടെ. ഇപ്പോൾ നെക്സ ഡീലർഷിപ്പിൽ നിന്ന് പുതിയ 2 വണ്ടികൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞതിൽ ഒരു വാഹനം എങ്ങനെ വന്നാലും ഒരു ഇലക്ട്രിക് വണ്ടി ആകാൻ സാധ്യതയില്ലേ? ആകാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇതിങ്ങനെ ഒരു ടോക്ക് ഓഫ് ദ ടൗൺ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇലക്ട്രിക് ആയിരിക്കും, പേരൊന്നും നമുക്ക് പറയാറായിട്ടില്ല. സോ പ്രതീക്ഷിക്കാം, ഇലക്ട്രിക് ഒരെണ്ണം പ്രതീക്ഷിക്കാം. 2 ഒന്ന് ഇലക്ട്രിക് ആയേക്കാം എന്നുള്ള ഒരു സൂചനകളുണ്ട്. അപ്പൊ അത് അങ്ങനെയൊക്കെ തന്നെ നിൽക്കട്ടെ. ഇപ്പൊ കുറേയധികം വാഹന പ്രേമികളുടെ മനസ്സിൽ ഇത് ഏത് വണ്ടി ആയിരിക്കും എന്ന് ചിന്തിക്കാനും, അല്ലെങ്കിൽ പലയിടത്തും ഗൂഗിളിന്റെ ഒക്കെ അറ്റം വരെ സെർച്ച് ചെയ്ത് ചെല്ലാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ്. ഒരിടത്തൊന്നും കാണാൻ പറ്റില്ല. എന്നാലും അന്വേഷണങ്ങൾ നടക്കട്ടെ. എപ്പോഴും വാഹനങ്ങൾ പുതിയത് വന്നുകൊണ്ടിരിക്കണം, നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കണം, നമുക്ക് ആലോചിക്കാനും കൗതുകം ജനിപ്പിക്കാനുള്ള കഥകളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കണം. ഇതിനകത്തൊരു ത്രില്ലുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ കെവിന് ടിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ വണ്ടി ഏതാണെന്ന് കെവിൻ അറിയും. കെവിൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയും. ഉറപ്പായിട്ടും നമുക്ക് എല്ലാവരോടും പറയാം. ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, വിനിചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടാവും. ഗാരേജിന്റെ നടത്തിപ്പുകാരനായിട്ട് എന്നെ ചുമതല ഏൽപ്പിച്ചതിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ ഒരു യാത്രയും ഒരു ലോഞ്ചും ആയിരിക്കും. അതെ, ഉറപ്പിക്കാവോ? ഉറപ്പിക്കാം. ഓക്കെ, അപ്പോ ആ ഒരു സന്തോഷത്തിലാണ് ഇന്നത്തെ ഗാരേജിന്റെ ഷട്ടർ അടച്ച് നമ്മളെല്ലാവരും പിരിയാൻ പോകുന്നത് കേട്ടോ. വണ്ടികൾ ഒരുപാട് നിരത്തിൽ ഇറങ്ങുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല വാഹന കഥകളുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും വരാം. പിന്നെ തീർച്ചയായിട്ടും വരാം. അതുവരെ എല്ലാവരും വളരെ സുരക്ഷിതമായിട്ട് വാഹനങ്ങൾ ഓടിക്കുക. 2 വീലർ ഓടിക്കുമ്പോൾ ഹെൽമെറ്റും 4 വീലർ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റും ധരിച്ചുകൊണ്ട് ഉത്തരവാദിത്വത്തോടും വളരെയധികം സേഫ്റ്റിയോടും കൂടി മാത്രം വാഹനം ഓടിക്കുക. ഇത്രയും നേരം ഗാരേജിന്റെ നടത്തിപ്പുകാരായിട്ടുണ്ടായിരുന്നത് 2 പേരാണ്. പ്രധാന നടത്തിപ്പുകാരൻ കെവിനും, കെവിനോട് ചോദ്യങ്ങൾ ചോദിച്ച വിനുവും. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ഇത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.